മാലിന്യ നിർമ്മാർജ്ജനത്തിനും ക്ഷേമ പദ്ധതികൾക്കും ഊന്നൽ നൽകിക്കൊണ്ട് ചേന്നംപള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് 34,21,95,550 രൂപ വരവും 33,99,61,250 രൂപ ചെലവും 22,34,300 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് ഷിൽജ സലീം അവതരിപ്പിച്ചു. പ്രസിഡന്റ് ടി.എസ്. സുധീഷ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി.ആർ. രജിത, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ജയശ്രീ ബിജു, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ഷിജി, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ.കെ. മോഹൻദാസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ നൈസി ബെന്നി, കെ.എൻ. ദിബീഷ്, ടോമി ഉലഹന്നാൻ, ഹരികൃഷ്ണ ബാനർജി, സെക്രട്ടറി ജെ. സന്തോഷ് എന്നിവർ സംസാരിച്ചു. അടുത്ത വർഷത്തേക്ക് നമുക്ക് കരുതലായിട്ട് നമുക്ക് വെക്കാനായിട്ട് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഉൽപാദന മേഖല തന്നെയാണ്. നമുക്ക് അറിയാം, ഉൽപാദന മേഖലയിൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാം. അതിനുവേണ്ടി നമ്മൾ 1,40,40,750 രൂപയാണ് അതിനുവേണ്ടി നമ്മൾ വകയിരുത്തിയിരിക്കുന്നത്. സേവന മേഖലയും ഒട്ടും പുറകിലല്ല, കാരണം അതും പ്രധാനപ്പെട്ടത് തന്നെയാണ്. നമ്മുടെ ജനങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള എല്ലാ സേവനവും നമുക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം സേവന മേഖലയും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതിനുവേണ്ടി നമ്മൾ 10,14,98,500 രൂപയാണ് സേവന മേഖലയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. മാലിന്യമുക്തമായ ഗ്രാമം പ്രധാന ലക്ഷ്യമായി കണ്ട് ഗാർഹിക മാലിന്യ സംസ്കരണത്തിന് 3 ബിൻ ഒരുക്കും. ഇതിനായി 16 ലക്ഷം രൂപ മാറ്റിവെച്ചു. ഗാർഹിക ശുചിമുറികളുടെ മാലിന്യ സംസ്കരണ ഭാഗം മാറ്റി സ്ഥാപിക്കുന്നതിന് 35 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. പുതിയ സ്മാർട്ട് അംഗനവാടിയും ഹാപ്പിനെസ് പാർക്കും സ്ഥാപിക്കും. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തും. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിക്ക് മാത്രമായി 8 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. യുവ കർഷകരെ പ്രോത്സാഹിപ്പിക്കുവാൻ യുവഹരിതോദ്യാനം, ഔഷധ സസ്യകൃഷി പ്രോത്സാഹിപ്പിക്കാൻ മൃതസഞ്ജീവനി പദ്ധതികൾ നടപ്പാക്കും.